ഹായ്, വൈദ്യുതി ബിൽ കൂടുതലാണോ? എങ്കിൽ നമുക്കത് സീറോ ആക്കിയാലോ? ഉടൻ ഇൻസ്റ്റാൾ ചെയ്യൂ ടാറ്റയുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ സബ്സിഡിയായി ലഭിക്കുന്നത് 78,000 രൂപയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും അധികം സബ്സിഡി നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ 4.7 കിലോവാട്ട് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റാണ്. ഇവിടെ ദിവസം 20 മുതൽ 25ഓളം യൂണിറ്റ് ജനറേഷൻ ആവുന്നുണ്ട്. ഇത്രയും യൂണിറ്റ് ഒരു ദിവസം നമുക്ക് ജനറേഷനായി ലഭിക്കുമ്പോൾ തന്നെ AC, മോട്ടർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ തുടങ്ങിയ ആഡംബരമായിട്ടുള്ള എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഉപയോഗിച്ച് വൈദ്യുതി ബിൽ സീറോ ആക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മളൊരു സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ പ്രധാനമായും കമ്പനിയെയും കൂടി നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ടാറ്റ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത്? ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ള വാറണ്ടിയാണ്. 25 വർഷമാണ് പാനലിന് വാറണ്ടി ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻവേർട്ടറിന് 5 വർഷം മുതൽ 10 വർഷം വരെയും വാറണ്ടി ലഭിക്കും. ഇത്രയും വർഷം ഈ ദീർഘകാലം ആരാണ് വാറണ്ടി നൽകുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും ടാറ്റ പോലെയുള്ള ഒരു കമ്പനിയെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വാറണ്ടി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ടാറ്റ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ആസ്റ്ററിൻ്റെ പൈപ്പാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കമ്പനികൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ട്രക്ചർ ഡിസൈനാണ്. കാരണം ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് റൂഫ് ടോപ്പിന് മുകളിലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രി കാറ്റടിച്ചാലും യാതൊരുവിധ കേടുപാടും സംഭവിക്കാത്ത രീതിയിലുള്ള സ്റ്റാർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സ്ട്രക്ചറും കൂടിയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ടാണ് ടാറ്റ ഇതിനു വേണ്ടി സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലെഗ് നിങ്ങൾ കാണാം, വളരെയധികം സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് 3 കൊന്നരയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാനൽ എന്ന് പറയുന്നത് 525 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് മോണോപർക്ക് പാനലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനലും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പുറത്തായി കാണാം ലൈറ്റ്നിങ് അറസ്റ്റർ. എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സുകളും വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടാണ് ടാറ്റ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ? ഈ സ്ട്രക്ചറിനോടൊപ്പം തന്നെ അതിന് മുകളിലായി ഒരു L ആംഗിളും കൂടി വരും. L ആംഗിളിന് മുകളിലാണ് ഈ സോളാർ പാനലുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സ്ട്രോങ് ആയി തന്നെ അതിൽ എത്ര കാലം കഴിഞ്ഞാലും വളരെ ഹെവി ആയി തന്നെ അത് യാതൊരു കേടുപാടും സംഭവിക്കാതെ ഇൻസ്റ്റാളേഷൻ ചെയ്തതുപോലെ തന്നെ നിൽക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ റൂഫ് ടോപ്പിൽ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ സോളാറിൽ നിന്നും എനർജി നേരെ വരുന്നത് DC-DBയിലേക്കാണ്. ഇതിൽ നിന്നും ഇൻവേർട്ടറിലേക്ക് പോകും. ഇതാണ് ഇൻവേർട്ടർ. പിന്നെ അത് AC-DB. പിന്നെ നിങ്ങൾ കാണുന്നത് ഇത് നെറ്റ് മീറ്ററാണ്. അതോടൊപ്പം തന്നെ ഇത് എനർജി മീറ്റർ. പിന്നെ ഇത് മെയിൻ സ്വിച്ച്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ അകവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ റൂഫ് ടോപ്പിൽ സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. താഴെ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് വരുന്ന എനർജി നമുക്ക് പകൽ ഉപയോഗിക്കുന്ന സമയത്ത് ലൈവായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഗ്രിഡിലേക്കാണ്, അതായത് KCB ലൈനിലേക്കാണ് പോകുന്നത്. പിന്നീട് ബാക്കി നമുക്ക് എത്രയാണോ യൂണിറ്റ് ജനറേറ്റ് ചെയ്തത് അത് നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ച് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം. അത്രയും യൂണിറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിറ്റേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ പിറ്റേ മാസങ്ങളിലോ എപ്പോൾ വേണമെങ്കിലും നമുക്കത് തിരിച്ച് വാങ്ങി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു നഷ്ടവുമില്ലാത്ത ഒരു പ്ലാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒരു എമൗണ്ട് നിങ്ങളിതിലേക്ക് നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മാസവും എവരി മന്തും നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു വലിയൊരു ബിസിനസ് തുടങ്ങുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇന്നിവിടെ ജനറേഷനായിരിക്കുന്നത് 26ഓളം യൂണിറ്റ് ഇവിടെ ജനറേഷനായിട്ടുണ്ട്. 4.7 കിലോവാട്ട്, അതായത് 9 പാനൽ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണിത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, 25.6, അതായത് 26ഓളം യൂണിറ്റ് തന്നെ ഇവിടെ ജനറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നഷ്ടമില്ല. പിന്നെയും പറയും, ഒരു നഷ്ടമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഈ പ്ലാൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. കാരണം 78,000 രൂപയോളം ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സബ്സിഡി കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, സൈറ്റ് സർവേ, രജിസ്ട്രേഷൻ, ഇൻസ്റ്റാളേഷൻ, കമ്മീഷൻ എന്നിങ്ങനെ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള A to Z വർക്കുകൾ ഞങ്ങൾ പുഞ്ച ചെയ്ത് നൽകുന്നു.
ടാറ്റ സോളാർ റൂഫ് ഇൻസ്റ്റാളേഷൻ ചെയ്ത മറ്റൊരു സൈറ്റിലാണ് ഞാനിപ്പോഴുള്ളത്. ഷീറ്റിന് മുകളിലായിട്ടാണ് ഇവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്നതാണ്. ഷീറ്റിന് മുകളിൽ പല രീതിയിലും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇവിടെ ഷോർട്ട് റെയിൽ ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴെ റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പൊടി പടലങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് പാനലിൽ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് അത് നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ കൂടാൻ അത് നല്ല രീതിയിൽ സഹായിക്കും. ഇത് ടാറ്റ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രക്ചർ ഡിസൈനാണ്. ടേബിൾ ടൈപ്പ് സ്ട്രക്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് റൂഫ് ടോപ്പ് ഫ്ലാറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചെരിവുള്ള സ്ഥലങ്ങളിലോ അതോടൊപ്പം തന്നെ ഓടുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ സ്ട്രോങ്ങും വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഡിസൈൻ കൂടിയാണിത്. അപ്പോൾ പുഞ്ച ടാറ്റയുടെ ഓതറൈസ്ഡ് ബിസിനസ് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായി സമീപിക്കാം. നിങ്ങൾക്ക് സോളാറുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്